ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഓണസദ്യക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ്. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ബീട്രൂട്ട് വേണം. ഒരു വലിയ സൈസിലുള്ള ബീട്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. നന്നായിട്ട് തന്നെ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തു. ഇനി നമുക്ക് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ബീട്രൂട്ട് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നല്ല കളറുള്ളത് തന്നെ വാങ്ങിക്കണം. ചില ബീട്രൂട്ട് നമ്മൾ കട്ട് ചെയ്ത് നോക്കിയാൽ കുറച്ചൊന്ന് വൈറ്റ് കളറായിട്ട് കാണാം. അതെടുക്കരുത്, ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പം വൈറ്റിഷ് കളർ ഇല്ലാത്തതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല കളറുള്ള ബീട്രൂട്ടാണ് കിട്ടുന്നതെങ്കിൽ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വലിയ ബീട്രൂട്ട് മുഴുവനായും ചീകിയെടുത്തു. ചെറിയ ബീട്രൂട്ടാണ് എടുക്കുന്നതെങ്കിൽ 2 എണ്ണം വരെ എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് പാനിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം മുഴുവനായും വേണ്ട, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതിയാകും. അതിനുശേഷം അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് വേവുമ്പോഴേക്കും നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 1/2 കപ്പ് അളവിലുണ്ടാകും. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ വേവ് റെഡിയായി കിട്ടും. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ ബീട്രൂട്ട് നമ്മൾ വേവിച്ചെടുക്കുമ്പോഴേക്കും വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരപ്പ് റെഡിയാക്കി എടുത്ത ജാറിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സാക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാകും, അധികമായി വേവിച്ചെടുക്കരുത്. ഇനി നമുക്കിതിലേക്കുള്ള വറവ് റെഡിയാക്കി എടുക്കണം. അതിനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം 2 വറ്റൽമുളക് 2 പീസായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കിയെടുത്തു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താൽ പുതുതായിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.